ഈ സിനിമയിൽ ഈ പറഞ്ഞ വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞ ഈ സിനിമയുടെ സെറ്റിലെ സഹനടൻ ശ്രീ സുഭാഷ് പോണോളി കൂടി ചേരുന്നു. ശ്രീ സുഭാഷ് പോണോളി, നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ പലവിധ ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാധാരണമായ പല പെരുമാറ്റങ്ങൾ, നമുക്ക് ഇയാൾക്ക് എന്താ പ്രശ്നം വയ്യേ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അസാധാരണമായ അങ്ങേയറ്റത്തെ ഓട്ടങ്ങൾ, ഫോൺ എടുത്ത് വലിച്ചെറിയലുകൾ, ആക്രോശങ്ങൾ, ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് കിടന്നു പോകലുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പക്ഷെ അതുകൊണ്ടൊന്നും ഒരാൾ ലഹരി ഉപയോഗിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡെസ്കിൽ മറ്റൊരാളെ കാണാൻ വരുമ്പോൾ ഞാൻ ഈ ഷൈനുമായി സംസാരിച്ചിട്ടുണ്ട്. അന്ന് വളരെ നോർമലായി സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഭംഗിയായി ഉത്തരം പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ കണ്ട് സംസാരിച്ച നേരെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. പോട്ടെ, അത് വേറൊരു കാര്യം. ഈ പറയുന്ന സിനിമാ സെറ്റിൽ ഇയാളുടെ ഈ പെരുമാറ്റം വിൻസി പറയുന്നത് പോലെയൊക്കെ അങ്ങേയറ്റത്തെ അതിര് കടന്നതായിരുന്നോ ശ്രീ സുഭാഷ് പോണോളി? ഹാഷ്മി, ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ അബ്നോർമലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു 22 ദിവസത്തോളം ആ സിനിമാ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ സെറ്റിലുണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റവും, ഒരു ചെറിയ കാര്യം തുടങ്ങി വലിയ കാര്യം വരെ ഇദ്ദേഹം വളരെ അബ്നോർമലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ഇദ്ദേഹം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരാളാണ്, അങ്ങനെയാണെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിൻസി എന്ന പെൺകുട്ടി ഇതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വന്ന സമയത്ത് അഭിനയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് അവിടുത്തെ സെറ്റിലുള്ള വർക്കേഴ്സ് പറഞ്ഞത്. അതാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു സംഭവം. ഞാനൊരു പുതിയ ആളായ കാരണം അത് അവർ ICCക്ക് പരാതി കൊടുത്തു എന്നും ഡയറക്ടറും മറ്റുള്ളവരും അതിൽ ഇടപെട്ട് അത് പ്രശ്നം തീർത്തുന്നു, സിനിമ തുടരാൻ തീരുമാനിച്ചു എന്നും അറിഞ്ഞു. വളരെ സ്ട്രെസ്സായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറും മറ്റുള്ള ആൾക്കാരും പ്രൊഡ്യൂസറൊക്കെ ഈ സിനിമ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവരത് അവസാനിപ്പിച്ചെടുത്തത്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ആളായ കാരണം നമുക്കിതിനെ പറ്റിയിട്ട് ഇടപെട്ടിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു വോയിസും ഇല്ല. അത് ശരിയല്ലല്ലോ, അതിൻ്റെ പേരിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് അബ്നോർമലായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുടെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം പക്ഷേ ആക്ഷൻ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു നടനായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സുഭാഷ് പണ്ടൽ പക്ഷേ വിൻസി പറയുന്നുണ്ടായിരുന്നു മറ്റൊരു സഹതാരത്തിന് കൂടി സമാനമായ. ഇപ്പൊ ഞാൻ പറയുന്നത് അല്ല, ശ്രീ സുഭാഷ് പണ്ടൽ അദ്ദേഹം താങ്കൾ പറയുന്ന നിലപാട് ഞാൻ ശരിവെക്കുന്നു. അദ്ദേഹം വളരെ മികച്ച നടൻ തന്നെയാണ്. പല സിനിമകളിലും നമ്മൾ അത്ഭുതാതരോടുകൂടി കണ്ടിരുന്ന നടൻ തന്നെയാണ്, ഒരു തർക്കമാക്കരുത്. പക്ഷെ അത് കാരണം സ്ത്രീകളോട് മര്യാദഘട്ട വർത്താനം പറയാനും തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് ആവുന്നില്ലോ സുഭാഷ് പോണോളി. ഇവിടെ ഈ വിൻസി അലോഷ്യസ് തന്നെ പറയുന്നുണ്ട് മറ്റൊരു സഹതാരത്തോടും ഇയാൾ വളരെ മോശമായി പെരുമാറി. അതും താങ്കൾ പറഞ്ഞ പോലെ താങ്കളെപ്പോലൊരു നവാഗത താരമൊക്കെ ആയത് കാരണം ഗതി കെട്ട് സഹി കെട്ട് പിടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി അടിച്ചിട്ട് നമുക്കിപ്പോഴും പ്രൂഫില്ല കാര്യത്തിൽ. പക്ഷേ സെറ്റിലെ സ്ത്രീകളോട് ഈ വാക്കുകൊണ്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ടും മോശമായി പെരുമാറുന്നത് ഇയാളുടെ ഒരു പതിവ് പണിയാണോ ശ്രീ സുഭാഷ് പോണോളി? ആയിരിക്കണമല്ലോ, അത് ആയിരിക്കണം. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഓഡീഷന് പങ്കെടുത്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പയ്യനോടും ഒരു കൂടെ അഭിനയിച്ച ആളോടും മോശമായിട്ട് സംസാരിച്ചതായിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് ഇപ്പോൾ പറഞ്ഞു. ഒരു അരമണിക്കൂർ മുന്നേ പറഞ്ഞു, എന്നോട് വളരെ മോശമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സുഭാഷ്.